ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നിതാ റയ്യു ബേബി രാവിലെ തന്നെ ഒക്കെ റെഡി ആയിട്ട് മാറ്റി സെറ്റായി കുത്തിരിക്കുകയാണ് കേട്ടോ. ആൾക്കും വയ്യ, എനിക്കും വയ്യ കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ പറയുക, മൂക്കിൽ മരുന്നൊക്കെ ഒറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ ജലദോഷം പനി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്നലെ മരുന്നൊക്കെ കൊടുത്തുകൊള്ളു. പിന്നെ ഇന്ന് രാവിലെ എന്താ പറയുക, ചെറിയ പൊട്ടൊരു പാരസെറ്റാമോളും കൊടുത്തു. പിന്നെ മൂക്കിലൊക്കെ മരുന്ന് ഒറ്റിച്ച് കൊടുത്തു കേട്ടോ. അതേപോലെ തന്നെ എനിക്കും തന്നെ ഇന്നലെ എന്താ പറയുക, ഇതേപോലെ ജലദോഷവും പനിയും കാരണം ഒന്നുകൂടെ ഉറങ്ങിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് എണീറ്റിട്ട് പിന്നെ ഷേസു ബേബി തന്നെ ഒരു 3 മണിക്കൊക്കെ എണീറ്റിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകൊണ്ട് കേട്ടോ. നിങ്ങളെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ നമ്മൾ ചാനലിൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എന്താ പറയുക, എല്ലാവരുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ എന്താ പറയുക, ഷേസു ബേബി 3 മണിക്ക് എണീറ്റിട്ട് ഒരു 4:30 മണിയൊക്കെ ആയിട്ടാണ് പിന്നെ ഉറങ്ങിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ എനിക്ക് അലർജി ഇങ്ങോട്ട് വന്നാൽ പിന്നെ നിൽക്കില്ല. അലർജി വന്നാൽ തുമ്പൽ നിൽക്കുന്നല്ല, ഒരു 100 തുമ്പലിൽ ഞാൻ ഒപ്പം തുമ്പിട്ടോ. അപ്പോൾ രാത്രി ഞാൻ മരുന്ന് കഴിക്കാനും മറന്നു, അങ്ങനെ കടന്നു മൂക്കടയും ചെയ്തിട്ട് ആകെ കൂടി എന്താ പറയുക, ഒരു തൊയിരക്കേടും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ രാവിലെ പിന്നെ ഷേസു ബേബി പിന്നെ അങ്ങനെ ഉറങ്ങിയിട്ട് പിന്നെ ഞാനും ഉറങ്ങിയിട്ടോ. പിന്നെ ഇപ്പോൾ അതാ ഞാൻ നീച്ച് വരുമ്പോൾ എന്നോട് റയ്യാൻ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, നീക്കമ്മ നീക്ക്, എന്താ പറയുക, എനിക്ക് സ്നാക്സ് ആക്കി തായോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്കാണെങ്കിൽ തല ഇങ്ങോട്ട് പൊന്തണേ ഇല്ല. എന്തായാലും എനിക്ക് എന്താ പറയുക, കിഴങ്ങും കാര്യങ്ങളൊക്കെ ചായയും ഒക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് മാറ്റി സെറ്റാക്കി നിർത്തിക്കൊണ്ടു കേട്ടോ. അപ്പോൾ അതാണ് രാവിലെ തന്നെ കണ്ടില്ല, ഓന് യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡി ആയിക്കൊണ്ടു കേട്ടോ. അപ്പോൾ എനിക്കൊരു സമാധാനം കേട്ടോ. കാരണം നമുക്ക് വയ്യെങ്കിൽ നമ്മളെ ഉമ്മാക്കത് മനസ്സിലാവും കേട്ടോ. അത് വരുമ്പോൾ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നീക്കണില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ വയ്യാത്ത ടൈമിൽ എന്താ പറയുക, നമ്മളെ ഉമ്മ അതൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചക്ക് ഫുഡിന് എന്താ പറയുക, ചിക്കൻ്റെ കുറച്ച് കഴുത്ത് പോലെയുള്ള സാധനങ്ങളാണ് കേട്ടോ. അത് കുറച്ചുണ്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് വെക്കാച്ചിട്ടാണ്. പിന്നെ ഇതാ ഉമ്മനോട് അടിച്ചോരി തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചോരിയിട്ട് കൊടുത്തു ഞാൻ. ഉമ്മ സിറ്റോടും കാര്യങ്ങളൊക്കെ നമ്മൾ തുടച്ചു. അതുപോലെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി കൊടുത്തു കേട്ടോ. അപ്പം എനിക്ക് വയ്യാത്തല്ലേ, ഒന്നും ചെയ്യണ്ട പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഷേസു ബേബിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് റയാനെ പറഞ്ഞയച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ കുറച്ച് തിരുമ്പാണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ എല്ലാതും എനിക്ക് ചെയ്താൽ നിൽക്കണു. അപ്പോൾ കുറച്ച് ഷേസുവിൻ്റെ കുപ്പായങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് തിരുമ്പാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഷേസുവിൻ്റെ കുപ്പായം എവിടെ ഉണ്ടെങ്കിലും ഇത് റയ്യാൻ്റെ കുപ്പായം കേട്ടോ. അങ്ങനെ എന്ത് കുപ്പായം കണ്ടാലും ഓനെടുത്ത് ഇടും. അത് ഞാൻ പറഞ്ഞിട്ടില്ല, പാൻറ്റിൻ്റെ മേലെ കൂടെ ഒരു 10 പാൻറ്റ്, കുപ്പായത്തിൻ്റെ മേലെ കൂടെ ഒരു 10 കുപ്പായം കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, നമ്മൾ പുറത്ത് കൊണ്ട് കുപ്പായൊക്കെ തോരട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കുപ്പായം എന്ന് അറിയട്ടോ. ചിലപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ട് ചിലപ്പോൾ കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുപ്പായത്തിനാണ്ടും ഒരു ട്രൗസറൊക്കെ ഇട്ട് മക്കൂടെ ഇടും കേട്ടോ. അങ്ങനെയൊക്കെ ഒരു ഭ്രാന്തുള്ള കുട്ടിയാണ് കേട്ടോ. ഭ്രാന്തുള്ള കുട്ടി എന്നല്ല പറയുന്നത്, എന്താ പറയുക, ഡ്രസ്സുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാട്ടെ എന്നെ പോലെ ആണ്. പിന്നെ ഉമ്മ കുറച്ച് പൂള ഇവിടെ വന്നപ്പോൾ വാങ്ങി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂളയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് പൂള ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ചിക്കൻ്റെ കഴുത്തുകൊണ്ട് നല്ല ചിക്കൻ പൊരിച്ചിട്ട് വരട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീൻ കറിയും ഒക്കെ സെറ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ അസുഖം വന്നാൽ എന്താ പറയുക, നമുക്ക് പ്രത്യേകിച്ച് ജലദോഷം വന്നാൽ നമുക്ക് ഉറങ്ങാനും പറ്റൂല, നമ്മളെ മൂടൊക്കെ കൂടി പോകട്ടെ. രാത്രി എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഉറങ്ങിയപ്പോഴാണെങ്കിൽ ഷേസു ബേബിക്ക് ഭയങ്കര കുറുമ്പും ഓനെ എണീറ്റു എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ ആകെക്കൂടി പിന്നെ എന്താ പറയുക, ഉമ്മ എനിക്ക് ഹെൽപ്പ് ചെയ്യാണ്ടാവുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. കാരണം ഉമ്മ എല്ലാത്തിനും എൻ്റെ പിന്നാലെ നിൽക്കൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ കുട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അങ്ങനെയൊക്കെ ആവുകൊണ്ട് കുറച്ച് മനസ്സിന് സമാധാനം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുക കേട്ടോ. ഞാൻ നിസ്കരിക്കാൻ പോണതിൻ്റെ മുന്നേ തന്നെ ഫുഡ് കഴിക്കാൻ വന്നിക്കണം കേട്ടോ. കാരണം എന്താ പറയുക, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിസ്കരിക്കാൻ നിന്നില്ല. അപ്പോൾ അത് ഫുഡ് കഴിച്ചിട്ട് നിസ്കരിക്കാമെന്ന് കരുതി കേട്ടോ.
നമുക്ക് നമ്മളെ ഉമ്മാർ തരുന്ന ആ ഒരു കെയറിങ്ങും സ്നേഹവും നമുക്ക് എവിടെ പോയാലും കിട്ടൂല. കാരണം ഇനിയിപ്പോൾ നമ്മളെ അമ്മായിമാരാണെങ്കിലും എന്താ പറയുക, നമ്മളെ സ്വന്തം ഉമ്മ തരുന്ന ആ സ്നേഹവും ആ ഒരു വാത്സല്യം ഉണ്ടല്ലോ, അത് നമുക്ക് എവിടെ നിന്നും കിട്ടൂല. കാരണം നമുക്കൊന്ന് വയ്യാന്ന് തോന്നിയാൽ, അതുപോലെ നമുക്കും എന്താ പറയുക എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അത് ഏറ്റവും കൂടുതൽ കണ്ടറിഞ്ഞ് ചെയ്തു തരുന്നത് നമ്മളെ ഉമ്മമാരാണ്. അതിൽ പിന്നെ നമുക്ക് തർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളെ എന്താ പറയുക, നമ്മളെ ഉമ്മമാർക്കൊക്കെ അള്ളാ ആയുസ്സും ആരോഗ്യം ആഫിയത്തൊക്കെ നൽകട്ടെ. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇതാ നമ്മളെ പാടത്തെ വീട് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. കാരണം എന്താ പറയുക, 14-13 കൊല്ലമായിട്ട് അവിടെ നിൽക്കണു. ഞാനൊരു എൻ്റെ ഒരു നല്ല എന്താ പറയുക, ചെറിയ കുട്ടിയാവുമ്പോൾ ഈ ഒരു പ്രായം വരെ ഞങ്ങൾ അവിടെ നിൽക്കണത്. അപ്പോൾ അത് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. മറ്റേ താത്താർക്കൊന്നും അത്ര വലിയ പ്രശ്നമില്ല. കാരണം ഞാൻ ഇങ്ങനെ എപ്പോഴും എന്താ പറയുക, കുട്ടികൾക്ക് മദ്രസയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് തന്നെ അവിടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. കാരണം ആ പാടവും നമ്മളാ വീടൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരും. ഇത് പടച്ചോ നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്, റഹ്മത്താണ്. ഈ സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇത്രയും കാലം നിന്ന് ആ വീട് വിട്ട് പിരിഞ്ഞ് പോരുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. പിന്നെ ഇതാ ഈവനിങ് നമ്മൾ ഡ്യൂട്ടി തുടങ്ങി കേട്ടോ. കുറച്ച് ഷേസു ബേബി കുറച്ച് കോറൊക്കെ വെള്ളത്തിലിട്ടു. ഇനി നാളെ അരക്കാനാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ അമൃതം പൊടി കുറുക്ക ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെറും അമൃതം പൊടി കൊടുക്കൽ. പിന്നെ കോരി ഇടയ്ക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെ റയ്യു ബേബി കുറച്ച് പഴം നാട്ടി വെക്കാം കേട്ടോ. റയ്യു ബേബി എന്താ പറയുക, സ്കൂൾ വിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പോകും കേട്ടോ. ഞാൻ ചായ കൊടുക്കുക, പഴം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊന്നും കേൾക്കാനുള്ള ഒഴിവില്ല കേട്ടോ. ഓനെന്നെ വാതിൽ തുറന്ന് ഓനെന്നെ കളിക്കാൻ പോയിട്ടുണ്ടാവും കേട്ടോ. കളിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ നമ്മളെ എന്താ പറയുക റീ ബേബി. അതിൻ്റെ ഇടയിൽ ഞാൻ എണ്ണ ഒഴിക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് ജസ്റ്റ് മിസ്സായിട്ടോ. സംഭവം ചട്ടി എന്താ പറയുക ചൂടാവാത്തതും ഭാഗ്യം, എണ്ണ ചൂടാവാത്തതും ഭാഗ്യം. അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ പണി എന്താ പറയുക പാളിയെന്ന് കേട്ടോ. ആകെ സീനായിരുന്നു. ഭാഗ്യത്തിന് എന്താ പറയുക ചട്ടി ചൂടായിട്ടില്ല, എണ്ണയും ചൂടായിട്ടില്ല കേട്ടോ. എനിക്ക് എണ്ണയിലും ഇതിലൊക്കെ കളിക്കുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം പേടിയൊക്കെ പിന്നെ കുത്തിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അത്യാവശ്യം കുക്കിങ്ങൊക്കെ നമ്മൾ അറിയണ്ടേ. അങ്ങനെ ആ ധൈര്യത്തിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ നല്ല ഉമ്മ ഉച്ചക്ക് ഉണ്ടാക്കിയ പൂളുണ്ടായിരുന്നു. അപ്പോൾ ആ പൂള് പിന്നെന്താ പറയുക ചിക്കൻ്റെ എന്താ കഴുത്തൊക്കെ ഇട്ടിട്ടുള്ള കറി എന്താണ് കൂട്ടി കഴിക്കാൻ കേട്ടോ. എനിക്ക് പൂള അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഉപ്പ ഇവിടെ ഉണ്ടാകുമ്പോഴും അതുപോലെ കാക്കുണ്ടാകുമ്പോഴൊക്കെ എപ്പോഴും ഇങ്ങനത്തെ എന്താണ് പൂള, അതുപോലെ ബോട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കട്ടൻ ചായയും പൂളിയും ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.